സ്പൈറൽ സ്നേക്ക് പ്ലാന്റ് ഇനങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അവയെ എങ്ങനെ പരിപാലിക്കാമെന്ന് നമുക്ക് നോക്കാം. പാമ്പ് ചെടികൾ ജീവനുള്ള ശില്പങ്ങൾ പോലെയാണ്. അവയെ കുത്തനെയുള്ള ഇലകൾ ഏതൊരു സ്ഥലത്തിനും വൃത്തിയിലുള്ളതും ഘടനാപരവുമായ ഒരു ലുക്ക് നൽകുന്നു. എന്നിരുന്നാലും സർപ്പിളാകൃതിയിൽ വളരുന്ന നിരവധി വ്യത്യസ്ത പാമ്പ് ചെടികൾ ഇനങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഇവ നിങ്ങളുടെ സാൻവേരിയ സൃഷ്ടിക്ക് ഒരു മികച്ച കൂട്ടിച്ചേർക്കലായിരിക്കും. കൂടിയതും രൂപഭേദം വരുത്താതെ വളഞ്ഞു പുളഞ്ഞതുമായ ഒരു ചെടിയാണ് ഇത്. കടും മഞ്ഞ അരികുകളും ആഴത്തിലുള്ള പച്ച നിറത്തിലുള്ള മധ്യഭാഗങ്ങളുമുള്ള അതിൻ്റെ ചെറിയ ഇലകളാണ് ഇതിനുള്ളത്. എന്നാൽ പരോക്ഷവുമായ വെളിച്ചം മാത്രം നൽകിയാൽ മതി, അത് തഴച്ചു വളരുന്നു. മുകളിലത്തെ മണ്ണ് ഉണങ്ങുമ്പോൾ മാത്രം നനച്ചാൽ മതി. ഇത് വേരുകൾ ചീയുന്നത് തടയുകയും ചുരുളിനെ ഉറപ്പുള്ളതാക്കുകയും ചെയ്യുന്നു. ഇത് ഒരു ചെറിയ നീരുറവ പോലെ ഉയർന്നു വരുന്ന നേർത്ത വൃത്താകൃതിയിലുള്ള ഇലകളോട് കൂടി വളരുന്നു. ഇതിൻ്റെ ഇലകൾ കനം കുറഞ്ഞതായതിനാൽ സാധാരണ പാമ്പ് ചെടിയെ അപേക്ഷിച്ച് മണ്ണ് അല്പം കൂടുതൽ ഈർപ്പമുള്ളതായി നിലനിർത്തുക. പക്ഷേ വീണ്ടും നനയ്ക്കുന്നതിന് മുമ്പ് പോട്ടിംഗ് മീഡിയം നന്നായി ഉണങ്ങുന്നതുവരെ കാത്തിരിക്കുക. ഇതിൻ്റെ ഇലകൾക്ക് കടുവ പോലുള്ള വരകളുണ്ട്. അടുത്ത സ്നേക്ക് പ്ലാന്റിൻ്റെ പേരാണ് മിക്കാഡോ. പെൻസിൽ പോലെ നേർത്ത വടി പോലുള്ള ഇലകൾ ഇതിനുണ്ട്. അവ നിവർന്ന് വളരുന്നു. പാകമാകുമ്പോൾ അവ ചെറുതായി വളയുകയോ സർപ്പിളമായി മാറുകയോ ചെയ്യാം. മണ്ണ് ഏതാണ്ട് ഉണങ്ങുമ്പോൾ മാത്രം ഫിൽറ്റർ ചെയ്തതോ ഇടത്തരം വെളിച്ചമോ വെള്ളവും ഒഴിച്ച് നടുക. സ്നേക്ക് പ്ലാന്റ് പേരാണ് ഡ്രാഗൺ ഫിംഗർ സ്പൈറൽ സ്നേക്ക് പ്ലാന്റ്. ഇതിന് നിരവധി ശാഖകൾ വൃത്തിയുള്ള ഒരു സർപ്പിള സ്തംഭത്തിൽ മുറുകെ പിണഞ്ഞിരിക്കുന്നു. ഇത് വളരെ വളർച്ചയെ പ്രതിരോധിക്കും. അതിനാൽ ഇടയ്ക്കിടയ്ക്ക് നനവ് ഒഴിവാക്കാം. ഒരു ദോഷവും വരുത്താതെ പോട്ടിംഗ് മിശ്രിതം നന്നായി വെള്ളം വറ്റുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അടുത്ത സ്നേക്ക് പ്ലാന്റിൻ്റെ പേരാണ് ആഫ്രിക്കൻ സ്പിയർ. ഇതിനെ സാൻസവേറിയ അഗ്ലോനൻസിസ് എന്നും അറിയപ്പെടുന്നു. ഈ പ്ലാന്റിന് നിരവധി ശാഖകൾ ഉണ്ടാകുന്നു. ഇത് വളർച്ചയെ പ്രതിരോധിക്കുന്നു. അതിനാൽ ഇടയ്ക്കിടയ്ക്ക് നനവ് ആക്കുന്നത് ഒഴിവാക്കാം. ഒരു ദോഷവും വരാതെ പോട്ടിംഗ് മിശ്രിതത്തിൽ നന്നായി വെള്ളം വറ്റുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അടുത്ത സ്നേക്ക് പ്ലാന്റിൻ്റെ പേരാണ് സ്പൈറൽ ക്യൂൻ. സ്പൈറൽ ക്യൂൻ യഥാർത്ഥത്തിൽ ഒരു സങ്കര ഇനമാണ്. ഇലകൾ വളരുമ്പോൾ വളയുകയും ചുരുളുകയും ചെയ്യുന്നു. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കി വയ്ക്കുന്നത് ഒഴിവാക്കുക. സ്ഥിരമായ സാഹചര്യങ്ങൾ സർപ്പിളങ്ങളെ ഒരുപോലെ നിലനിർത്താൻ സഹായിക്കുന്നു. ഇതിൻ്റെ ഇലകൾ കുന്തങ്ങൾ പോലെ കുത്തനെയും വൃത്താകൃതിയിലും വളരുന്നു. ഒരു ഭാഗത്ത് സൂക്ഷ്മമായി വളയുന്ന വീതിയേറിയതും കുത്തനെയുള്ളതുമായ ഇലകൾക്ക് പേരുകേട്ട മനോഹരമായ ഒരു സസ്യമാണ് ഇത്. ഇത് പാകമാകുമ്പോൾ അതിന് ഒരു സൗമ്യമായ സർപ്പിളാകൃതി നൽകുന്നു. കോങ്കോയുടെ ഇലകൾ വീതിയുള്ളതും കട്ടിയുള്ളതുമാണ്. ഇതിനാൽ ഇത് കൂടുതൽ പൂർണ്ണവും ഘടനാപരവുമായി കാണപ്പെടുന്നു. ഇടത്തരം മുതൽ പരോക്ഷമായ വെളിച്ചത്തിൽ ഇത് നന്നായി വളരുന്നു. ഇടയ്ക്കിടയ്ക്ക് കുറഞ്ഞ വെളിച്ചത്തിൽ വളരാനും ഇതിന് സഹായിക്കുന്നു. ഇത് വളരെ കുറഞ്ഞ പരിപാലന ആവശ്യമുള്ളതാണ്. അതിനാൽ മണ്ണിൻ്റെ മുകളിൽ 2 ഇഞ്ച് ഉണങ്ങിയതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിക്കാവൂ. തിളക്കമുള്ളതും പരോക്ഷവുമായ വെളിച്ചം മാത്രം ഇതിന് മതി. സിലിണ്ടർ ആകൃതിയിലുള്ള ഇലകളുടെ റോസെറ്റുകൾ ഇവയിലുണ്ടാകുന്നു. മന്ദഗതിയിലുള്ള വളർച്ചയും ചെറിയ വലിപ്പവുമാണ് ഇതിൻ്റെ സവിശേഷത. വസന്തകാലത്തും വേനൽക്കാലത്തും നിങ്ങളുടെ സാൻസവേരിയ ബെല്ലിക്ക് നേർപ്പിച്ച സക്കുലൻ്റ് വളം ചേർത്ത് നേരിയ തോതിൽ ഭക്ഷണം നൽകുക. ഇത് ഇലകളുടെ ശക്തി വർദ്ധിപ്പിക്കുകയും സർപ്പിള പാറ്റേൺ വർദ്ധിപ്പിക്കുകയും ചെയ്യും.